ഇത് ചേച്ചി, ഇത് വിജയിച്ചി. എന്താക്കാ? പുളിയിഞ്ചിക്കുള്ള അല്ലേ? പുളിയിഞ്ചിക്കാണ് ചേച്ചി. പുളിയിഞ്ചി, സാമ്പാറ് അതിലൊക്കെ ഭയങ്കര കൈപ്പുണ്യുള്ള ആളാണ്. ഇയാൾ എന്തിലാ കൈപ്പുണ്യം? തലമാന്തുന്നേ. നീ ചേച്ചി എന്തിലാ കൈപ്പുണ്യം? എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. പിന്നെ ഇവിടെ വന്നേ പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലും ഇവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ പഠിച്ചു. ഇപ്പൊ ഒരു ഇതൊക്കെ എല്ലാ ഫുഡും ഉണ്ടാക്കും. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളന്ന് ബീഫും കായം വെച്ച അതാണ് ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവൂലേ ഇത് സാരി? അത് അല്ല സാരിയെല്ലാം എടുത്തിട്ടേ സാരി ഇതും തമ്മിൽ എന്താ ബന്ധം? ഇതെല്ലാം ഇട്ടിട്ട് ഓണത്തിന്റെ ആ ഒരു സാരി ഇതും തമ്മിൽ എന്ത് ബന്ധം? ഞാൻ ഇന്നലെ റീല് കണ്ട് കുറെ കോളേജിലെ പിള്ളേര് ഇതുപോലെ പൂമാലൊക്കെ ഇട്ട് സെറ്റ് സാരി. നമുക്ക് നാളെ പൊളിക്കാ ചേച്ചി കേട്ടാ. മേച്ചേട്ടാ എവിടെ പോവാ? അമേരിക്ക. ഇത് ഞങ്ങളെ നാടിന്റെ സ്വന്തം. എവിടെ പോവാ? ഇസ്താംബുളിലോ? ഇത് ഞങ്ങളുടെ മാച്ചേട്ടൻ, ഞങ്ങളെ നാടിന്റെ പൊന്നോമന പുത്രനും പിന്നെ ഞങ്ങളെ തറവാടിന്റെ കുഞ്ഞോത്ത് തറവാടിന്റെ കണ്ണിലുണ്ണിയുമായ മാക്സ്വെൽ കൊറിയ അല്ലേ? പേര് ഗംഭീരം പേര്. ഇവിടെ പൂവ് നന്നാക്കല് പ്രകൃതി അയച്ച് നടക്കുന്നുണ്ട്. പണിയെടുക്ക് കാണണ്ടേ വീഡിയോയില്? പണിയെടുക്കുന്ന കണ്ടേ? മതി. ഇത് ഞങ്ങളെ കുട്ടു നോക്കൂട്ട്. ചേച്ചിക്ക് ഓണത്തിന്റെ ഒരു ഓർമ്മ എന്താണ്? പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓർമ്മ എന്താ? ഓർമ്മ എന്ന് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൂ പറിക്കാൻ പോകുന്നതാണ് മെയിൻ ആയിട്ട്. വീട്ടിൽ നിന്ന് കുറെ അടിയെല്ലാം കിട്ടിയിട്ടുണ്ട്. രാത്രി ഒരു 7 മണി ആ സമയമായിട്ടൊക്കെ വീട്ടിൽ കയറി വന്നിട്ടുണ്ട്. കാട്ടിൽ കൂടെയൊക്കെ നടന്നിട്ട്. എനിക്ക് ഓണക്കാലം വരുമ്പോൾ എപ്പോഴും അത് എൻ്റെ ഓർമ്മ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ടായിരുന്നു ഓണത്തിന് അടി കിട്ടിയ കഥ. ഷാജിട്ട് എന്താ ഓർമ്മ ഓണം എന്ന് പറയുമ്പോ? ഓണം എന്ന് പറയുമ്പോ എന്താണ് ഒരു പണ്ട് ആദ്യമൊക്കെ പൂ പറിക്കാൻ പോലെ മറ്റേ ഇവിടെ ചായക്കാട്ടില് ചായപ്പൂ, അരിപ്പൂ, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓർമ്മകളും ഓണം. എനിക്കും അത് തന്നെ. ഞങ്ങള് ഒരു 10 ദിവസം ഉണ്ട്, 10 ദിവസം പൂ പറിക്കാൻ പോകും കാട്ടില്. ഞങ്ങള് എല്ലാരും ഒരേ രാത്രിയൊക്കെ ആവും പറിച്ചു വരുമ്പോ. നല്ല രസമായിരുന്നു. ഇപ്പഴല്ലേ റെഡിമെയ്ഡ് ഇരിക്കുന്ന പൂവൊക്കെ കിട്ടണേ. അന്ന് ഈ റെഡിമെയ്ഡ് പൂവൊന്നും കിട്ടൂല. അന്ന് കാട്ടുപൂവൊക്കെയാണ് പറിച്ചിട്ടുണ്ടാക്കണേ. ഇപ്പൊ എന്തൊക്കെയാണല്ലോ വന്നത്, എല്ലാം മാറി. കണ്ണിന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഓണത്തിന്? ഇനി പ്ലാസ്റ്റിക്കിന്റെ പൂവൊക്കെ വെച്ചു. ചളിയൊന്നും പറയല്ല. ഉണ്ടോ? എനിക്ക് ഓർമ്മ കള്ളുടിക്കുന്നു പറ കണ്ട അങ്ങനെ എന്തെല്ലാരും തന്നെ പറയുന്നു. അതെ വീട്ടില് ഓണം ഒരു മെമ്മറി പറയാൻ എന്താ ഉണ്ടാവും? അടിപൊളി ഫുഡ്, മെയിനായിട്ട് സദ്യ. എന്താ ഓർമ്മ കിട്ടും ഓണത്തിന്? ഓണത്തിന് പൂ പറിക്കാൻ പോക്ക്, പിന്നെ സദ്യ, ഓണക്കളികളാ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. നാളെ നമുക്ക് വൈബാണ്. ഇപ്രാവശ്യം ഡിസൈൻ ഓണം ഡിസൈൻ എന്താ? അത്തപ്പൂക്കൾ എടുത്ത സ്പെഷ്യലിസ്റ്റ് ആണ്. അതിനനുസരിച്ചിട്ടുണ്ടാവും നാളെ. ചേച്ചി ഇന്ന് രാത്രി എങ്ങനെ ഡിസൈൻ ഉണ്ട് അതിനനുസരിച്ചിട്ടുണ്ടാവും. ഇത് നമ്മളതിങ്ങനെ പണ്ട് നെറ്റിയിൽ വെക്കുന്ന ആ സാധനം. ഇത് ഞങ്ങളെ പച്ചക്കറിയെല്ലാം റെഡിയായി. നോക്കട്ടെ. രാജേട്ടനാണ് പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യുന്ന ആള് കേട്ടോ. വളരെ കൃത്യമായിട്ട് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ടൊക്കെ അളന്നിട്ട് കട്ട് ചെയ്യുന്ന പോലെ. നോക്കട്ടെ മേച്ചേട്ട് എന്താ? വെളുത്തുള്ളി. ഓക്കെ. ഇപ്പൊ ഇത് കാണുമ്പോ ആൾക്കാർ വിചാരിക്കും ഇത് എന്താ വീടിന്റെ ഇത് വീടല്ല, ഞങ്ങൾ വർക്ക് ഏരിയന്റെ അപ്പുറത്തുള്ളൊരു സ്ഥലമാണ്. പണിയില്ലേ? പച്ചക്കറി സാമ്പാറിന് ഇത്ര മതിയാവോ?
മതിയാവോ സാമ്പാറിന്? അവിയലിന് അത് ബാക്കി മൊത്തം ബാക്കി അവിയല് എടുത്താൽ പോരെ? ഇങ്ങനെ ഈസിയസ്റ്റ് വേ അല്ലേ വെളുത്തുള്ളി കട്ട് ചെയ്യാനുള്ള. എടുക്കുക, അമർത്തുക. ആ പിന്നെ വെളുത്തുള്ളി വേണ്ടേ? വെളുത്തുള്ളി വേണ്ടോ? വെളുത്തുള്ളി ഇല്ലാത്ത എന്ത് കറി? എടാ ചുക്കില്ലാത്ത ഇതുണ്ടോ? കഷ്ണമുണ്ടോ? ചുക്കില്ലാത്ത ഇതുള്ളൂ. ശരിയാക്കല്ല. രാജേട്ടൻ്റെ അവിയലിന്റെ കട്ടിങ് ഉണ്ടാവുമല്ലോ മിക്കോ ഭയങ്കര. ഗുഡ് മോർണിംഗ്. ഓണായിട്ട് ഫുൾ മഴയാണ്, ഫുൾ മഴ. ഞങ്ങൾ അത്ത ഇടാൻ വേണ്ടി പോവാണ്. കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഫുള്ള് മഴ. കണ്ണ രാവിലെ പല്ലിയൊക്കെ ഉണ്ട്. കണ്ണ ഹാപ്പി ഓണം. കണ്ണ രാവിലെ പല്ലി വെക്കുന്നുണ്ട്. ഇതാ സതീഷേട്ട് അത്ത ഇടാനുള്ള പരിപാടിയാ. അങ്ങനെ ഓണത്തിന് ഓണപ്പരിപാടികൾ തകൃതിയായി നടക്കുകയാണ്. 5:30 ആയിട്ടുള്ളൂ. രാവിലെ എണീറ്റ് ഇതിലായോ ഉപ്പേരിയില്ലല്ലോ. എനിക്ക് ആകെ അറിയുന്ന പണി ഇത് കട്ടയിലും നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കട്ടെ. പൂവെല്ലാം ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട്. മഴക്കട്ടെ. ഞങ്ങൾ അത്തപ്പൂക്കളം ഇടുകയാണ്. വീനസ് കൂടുന്നില്ല. അങ്ങനെ പൂക്കളം ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഷാജേട്ടൻ, സതീഷേട്ടൻ, എങ്ങനെയുണ്ട് ഓണം? അടിപൊളി. ഇവരിതാ ന്യൂലി കപ്പിൾസ് ആണ്. ഭയങ്കര ഭംഗിയിലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട്. ആ നല്ലുണ്ട്. സ്നേഹ ഒരു ഹായ് പറ. ഇതിലേക്കുള്ള ഇല വെട്ട. ഇതാണ് ചേച്ചി, എൻ്റെ ഹസ്ബൻഡിൻ്റെ. ഇവരെ രണ്ടുപേരും നേരത്തെ വേണ്ട. മഴ നിന്നുട്ടാ, ദൈവത്തിന് നന്ദി. ചേച്ചിക്ക് ഓണത്തിന് എന്താണ് ഓർമ്മ? ഓണം എന്ന് വരുമ്പോ എന്താ ഓർമ്മ വരുന്നത്? എന്താ ഓർമ്മ വരാ? പൂ പറിക്കാൻ പോകുന്നത് പണ്ടത്തെ. ആ മുമ്പ് ഇങ്ങനെ ആഘോഷിക്കുന്നത് ഇപ്പൊ ഇങ്ങനത്തെ പിന്നെ വേറെന്താ ഉള്ള വേറെ ഓർമ്മ എന്താ? ഇതാണ് നമ്മളെ വയനാട്ടിലെ സ്പെഷ്യൽ സാമ്പാർ. ഇതെന്താ ചേച്ചി മോര് അറിയാ? കണ്ണനൊന്നും പണിയില്ല. എന്താക്കണേ? ചേട്ടാ എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യാണ് എല്ലാവരും. സദ്യ കഴിച്ചിട്ട് നമ്മളെ ചേച്ചി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി വന്നു.